നോക്കൂ, ഞാൻ സഹായിക്കാം. തർക്കം, വേദാന്തം, സമസ്യാപൂരണം, കലാമത്സരങ്ങൾ എന്നിവയിൽ അരുവിക്കര തമ്പി എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റുള്ളവരെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കൂടിയിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് ഈ യുവാവിനോട് പൊതുവിജ്ഞാനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പുരുഷാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4. പുരുഷാശ്രമങ്ങളോ? ബാല്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 4 വേദങ്ങൾ ഏതെല്ലാമാണ്? ഋക്ക്, സാമം, യജുസ്, അഥർവം. സൂതനയ്ക്ക് പേരുകേട്ട പൗരാണിക രാജാവ് ആരായിരുന്നു? ധർമ്മപുത്രൻ, ചണ്ഡിദേവൻ. ഭാരതീയ ജ്യോത്സ്യത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? സാക്ഷാൽ ശ്രീപരമേശ്വരൻ സുബ്രഹ്മണ്യ സ്വാമിക്കും അദ്ദേഹം സപ്തർഷികൾക്കും സപ്തർഷികൾ വരാഹമിരനും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം ഉണ്ടായത്. മല്ലൻ, ഇതിലൊരു വാഴ കാണട്ടെ. ഈ പാൽവർണ്ണ കുതിരയുടെ പുറത്തേറി ഇതിനെ നയിക്കാൻ പോകുന്നവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ജയിക്കുന്നവർക്ക് ഈ പെട്ടിയിലുള്ള പന്തയ തുക മുഴുവൻ. എന്റെ ഇന്നത്തെ കണി അത്ര നന്നല്ല. നക്ഷത്രം തെളിഞ്ഞിരിക്കുന്ന തമ്പിക്ക. രണ്ടുപേരും വന്നോ? എന്താ ഇത്ര താമസിച്ചത്? വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിന്റെ അകത്ത് എന്താണെന്ന് അമ്മായിക്ക് അറിയാവോ? ഒരു ലോകം മുഴുവനും ആയിരിക്കും. രണ്ടുപേരും വന്ന് ആഹാരം കഴിക്കുക. ആകെ വാടിത്തളർന്നു. അമ്മേ, ഞാൻ പല പന്തയങ്ങളിലും ജയിച്ചമ്മേ. അമ്മായി, ഈ പണക്കിഴികൾ കണ്ടോ അമ്മായി? കണ്ടു. വളരെ സന്തോഷം. ഞാൻ അകത്തിന്ന് ആഹാരം വിളമ്പട്ടെ, എന്നിട്ട് കേൾക്കാം വിശേഷങ്ങൾ. തമ്പി, എനിക്കൊരു സന്ദേഹം. തുടങ്ങി തന്റെ സന്ദേഹം. ആ കുതിരയെ എങ്ങനെ മെരുക്കാൻ കഴിഞ്ഞു? കുതിര തന്റെ സ്വന്തം നിഴൽ മുന്നിൽ കാണുമ്പോൾ
മറ്റൊരു കുതിര തന്നെ മറികടക്കുന്നതായിട്ട് തോന്നിച്ച് വിരളി പിടിക്കുകയാണ്. എനിക്കിത് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് തിരിച്ചു നിർത്തി നിഴലില്ലാതാക്കി ഓട്ടിച്ചാൽ ഒറ്റ കുഴപ്പമില്ല. അത് ശരി, മിട്ടുമിട്ടുക്കൻ. പക്ഷെ എനിക്കൊരു സന്ദേഹം. ഒരു സന്ദേഹവുമില്ല. ആഹാരം വിളമ്പി വരി. അമ്മേ, ഈ പണം കൊണ്ട് നാളുകളായുള്ള എന്റെ ആഗ്രഹം നിറവേറ്റണം. കഷ്ടതയിൽ കഴിയുന്ന ഈ അരുവിക്കര ഗ്രാമത്തിന് എന്തെങ്കിലും മോചനം കാണും. വേണം കുഞ്ഞെ, പണം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക വേണ്ടത്. പണം ഇനി ഉണ്ടാക്കണം അമ്മേ. ആ ശരി ശരി, വരി, ഊണ് കഴിക്കും. അതെ. ഇനി ഈ വർഷം ഈ ഗ്രാമത്തിൽ ക്ഷാമമേ ഉണ്ടാകില്ല. തമ്പി ഒന്നാം തരം വിത്തല്ലേ എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങനെ ക്ഷാമം ഉണ്ടാകാനാ?